ദുബൈയിൽ ചൂട് കുറഞ്ഞതോടെ വീണ്ടും സജീവമാകാനൊരുങ്ങി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ. ഗ്ലോബൽ വില്ലേജ്, മിറാക്കിൾ ഗാർഡൻ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ വരും ദിവസങ്ങളിൽ വീണ്ടും തുറക്കും. മറ്റൊരു തണുപ്പുകാലം എത്തുന്നതോടെ ലോകമെമ്പാടുമുള്ള കൂടുതൽ സഞ്ചാരികളെ വരവേൽക്കാനൊരുങ്ങുകയാണ് ലോകത്തിന്റെ ടൂറിസ്റ്റ് ഹബ്ബ്. വേനൽ കനക്കുമ്പോൾ അടക്കുന്ന ദുബൈയിലെ വിനോദ കേന്ദ്രങ്ങളാണ് തണുപ്പിന്റെ വരവറിയിച്ചതോടെ വീണ്ടും തുറക്കുന്നത്. പൂക്കളാൽ അത്ഭുതം തീർക്കുന്ന മിറാക്കിൾ ഗാർഡൻ നാളെ മുതൽ സന്ദർശകർക്ക് വിസ്മയം തീർക്കും. യുഎയിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഗ്ലോബൽ വില്ലേജിന്റെ 30ാം സീസൺ ഒക്ടോബർ 15-ന് ആരംഭിക്കും. ദുബൈ സഫാരി പാർക്ക് ഒക്ടോബർ 14-നാണ് വീണ്ടും തുറക്കുന്നത്. ലോകമെമ്പാടുമുള്ള വ്യത്യസ്ത മൃഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഏറ്റവും പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് സഫാരി പാർക്ക്. ഇതിന്റെ 7ാം സീസണാണ് കൊടിയേറുക. നഗരത്തിന്റെ പ്രധാന സൗന്ദര്യങ്ങളിൽ ഒന്നായ ദുബൈ ഫൗണ്ടൻ ഒക്ടോബർ 1-ന് തുറക്കും. ബുർജ് ഖലീഫയോട് ചേർന്ന വിസ്മയങ്ങളിൽ ഒന്നാണ് ദുബൈ ഫൗണ്ടൻ. കഴിഞ്ഞ ഏപ്രിൽ 14-നാണ് അവസാന ഷോക്ക് ശേഷം ഫൗണ്ടൻ നവീകരണ പ്രവർത്തനങ്ങൾക്കായി അടക്കുന്നത്. കൂടുതൽ മികച്ച വാട്ടർ കൊറിയോഗ്രഫി, ലൈറ്റിംഗ്, സൗണ്ട് സിസ്റ്റം എന്നിവ സ്ഥാപിച്ച ശേഷം സന്ദർശകരെ അമ്പരപ്പിക്കുന്നതാകും മുഖം മാറിയുള്ള പുതിയ വരവ്. ദുബൈയുടെ മലയോര പ്രദേശമായ ഹത്തയിലെ വാദി ഹബ്ബ് വീണ്ടും തുറന്നു കഴിഞ്ഞു. തണുപ്പ് ആരംഭിക്കുന്നതോടെയാണ് ദുബൈയിൽ ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നത്. കഴിഞ്ഞ വർഷം 19 മില്യണോളം സന്ദർശകരാണ് ദുബൈയിലെത്തിയത്. ഓരോ വർഷവും സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് രേഖപ്പെടുത്തുന്നത്. ശൈത്യം എത്തുന്നതോടെ ദുബൈ കൂടുതൽ സഞ്ചാരികളെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മീഡിയ 1 ദുബൈ.